80 മാർക്കിന്റെ പേപ്പറിൽ ഒരു 10 മാർക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ വെറുതെ തരാൻ പോവാണ്. ഓക്കെ, അതായത് മക്കളെ, നിങ്ങളുടെ ഈ വർഷത്തെ ഓണപരീക്ഷയിൽ അല്ലെ ഏത് പരീക്ഷ ആയിക്കോട്ടെ, പേപ്പർ പ്രസന്റേഷൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. എങ്ങനെ നിങ്ങൾ പേപ്പറിൽ കാര്യങ്ങൾ എഴുതുന്നു എന്നുള്ള കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എത്ര മാർക്ക് എന്നുള്ള കാര്യത്തിൽ പ്രസക്തി ഇല്ലെങ്കിലും എന്തായാലും ഉറപ്പാണ് ഒരു 5 to 10 മാർക്ക് നിങ്ങൾ അത് വൃത്തിക്ക് ചെയ്താൽ, ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നോക്കാം നമുക്ക്. ഫസ്റ്റ് കാര്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഹാൻഡ് റൈറ്റിംഗ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ഒന്ന് വലിച്ചു വാരി എഴുതരുത്. നേരെ മറിച്ച് ഇങ്ങനെ പറ്റുമെങ്കിൽ വൃത്തിയായിട്ട് എഴുതാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബേസിക്കലി ടീച്ചറിന് നിങ്ങളുടെ പേപ്പർ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ മാത്രമല്ല കറക്റ്റ് ചെയ്യുന്നത്, പലരുടെയും പേപ്പർ ഒറ്റയടിക്കൊക്കെ ഇരുന്ന് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു 5-6 പേപ്പർ അല്ലെങ്കിൽ 10 പേപ്പർ കഴിയുമ്പോഴത്തേക്കും അത് ബോറിംഗ് ടാസ്ക് ആണ്, ഒരേ സാധനം വീണ്ടും വീണ്ടും നോക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എഴുതി വായിക്കാൻ പോലും ടീച്ചറിനെ പറ്റിയില്ലെങ്കിൽ ആ ടീച്ചറിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കും. ടീച്ചർമാരും മനുഷ്യന്മാരാണ്, വലിയ രസമൊന്നും ഉണ്ടാവില്ല. അപ്പം തെറ്റും കൂടിയാണെങ്കിൽ എന്തായാലും മാർക്ക് കുറയ്ക്കും. എന്നാൽ അത്യാവശ്യം വൃത്തിയിലൊക്കെ എഴുതുകയാണെങ്കിൽ അവിടെ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് തരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ടീച്ചർ തന്നോളും. ഓക്കെ, കാരണം നിങ്ങൾ വെറുതെ ടീച്ചറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ ആ ബേസിക് കാര്യം, ഭംഗിയിലല്ല ഉദ്ദേശിച്ചത്, വായിക്കാൻ പറ്റണം, ആ രീതിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. സിമ്പിൾ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് സ്ട്രക്ചർ ഫോർ ആൻസർ. നിങ്ങൾ ഏത് ആൻസർ എഴുതുമ്പോൾ, പ്രത്യേകിച്ച് ഈ ബയോളജി, സോഷ്യൽ സയൻസ് പോലെ കുറേ ലെങ്ത്തിൽ എഴുതുന്ന സമയത്ത് അതിന് കൃത്യമായൊരു സ്ട്രക്ചർ ഉണ്ടാകണം. അതായത് വെറുതെ വലിച്ചു വാരി ഇങ്ങനെ പാരഗ്രാഫ് ഒരു ഒറ്റ പാരഗ്രാഫിൽ എഴുതുന്നതിന് പകരം അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, മാത്രമല്ല എവിടെയൊക്കെ ഹെഡിങ്സ് കൊടുക്കണോ അത് വൃത്തിക്ക് ഹെഡിങ് കൊടുക്കുക, അവിടെ ഒരു അണ്ടർലൈൻ ചെയ്യുക. ഓരോരോ പോയിന്റ്സ് കൊടുക്കുമ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞാൽ പോയിന്റ് കൊടുത്തിട്ട് അതിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ടുണ്ടാവണം. ഈ സ്ട്രക്ചർ ഉണ്ടാകാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഈ പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മതി. ഒന്ന് ഹെഡിങ്സും സബ് ഹെഡിങ്സും ഉള്ള സ്ഥലത്ത് മാക്സിമം അത് ഉപയോഗിക്കുക, അത് എഴുതുക വൃത്തിക്ക്, അത് അണ്ടർലൈൻ കൂടി ചെയ്യുക. അത് മനസ്സിലായിക്കോട്ടെ, അത് ആ സാധനം തന്നെയാണ്. ടീച്ചറിന് എളുപ്പമാക്കി കൊടുക്കണം നിങ്ങൾ. നെക്സ്റ്റ്, അണ്ടർലൈൻ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്. കാരണം ഒരു ടീച്ചറും നിങ്ങളുടെ ആൻസർ ഫുള്ളായിട്ട് വേർഡ് ബൈ വേർഡ് വായിക്കാൻ പോകുന്നില്ല. അവർ നോക്കുക ഈ ഇന്ന പോയിന്റ്സ് ഉണ്ടോ എന്നാണ്. അവരുടെ ആൻസർ കീ പ്രകാരം എന്താണ് അവരുടെ കീ പ്രകാരം അവർ ആ പോയിന്റ്സ് ഉണ്ടോ നോക്കുക. അപ്പോൾ പോയിന്റ്സ് കൃത്യമായുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് നോക്കുക. ഒരു കുഴപ്പമില്ല, വൃത്തിക്ക് അത് അണ്ടർലൈൻ ചെയ്താൽ ടീച്ചറിന് പണി എളുപ്പമായിരിക്കും. ഇത് മാത്സും ഫിസിക്സും ആണെങ്കിൽ നിങ്ങൾ ഫൈനൽ ആൻസർ എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് അണ്ടർലൈൻ. ആ ടീച്ചർ തപ്പേണ്ട ആവശ്യം വരരുത് ആ ഫൈനൽ ആൻസർ എത്താൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വൃത്തിക്ക് വെക്കുക. നെക്സ്റ്റ്, ബുള്ളറ്റ് പോയിന്റ്സ് യൂസ് ചെയ്യുക. നിങ്ങൾ ബയോളജി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, വലിയ ആൻസേഴ്സ് എഴുതുമ്പോൾ ബുള്ളറ്റ് പോയിന്റ്സ് ആവശ്യമുള്ള സ്ഥലത്ത് ബുള്ളറ്റ് പോയിന്റ്സ് യൂസ് ചെയ്ത് ആ ടീച്ചറിന് പണി എളുപ്പമാക്കാം. മാത്രമല്ല നിങ്ങൾക്ക് സാധനം അറിയാമെന്നുള്ളതും കൃത്യമായി നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. മറ്റേത് കുറേ പാരഗ്രാഫ് പോലെ എഴുതുമ്പോൾ ടീച്ചറിന് തന്നെ സംശയം വരും, നിങ്ങൾ വെറുതെ ഉണ്ടാക്കി എഴുതുകയാണോ എന്നുള്ള കാര്യം. ലാസ്റ്റ് കാര്യം, നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റിയാൽ ഇങ്ങനെ വൃത്തികളാക്കരുത്, ഒറ്റ സിംഗിൾ സ്ട്രൈക്കിൽ അത് തീർക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഓവറോൾ സ്ട്രക്ചർ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് കാര്യമാണ് ഫോളോ ദി കറക്റ്റ് ഓർഡർ. പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എഴുതി വെക്കും. ഫസ്റ്റ് ചോദ്യത്തിന് 5ാമത്തെ എഴുതും, പിന്നെ 6ാമത്തെ എഴുതും, പിന്നെ 9ാമത്തെ എഴുതും, പിന്നെ 10ാമത്തെ എഴുതും, പിന്നെ 23ാമത്തെ ക്വസ്റ്റ്യൻ എഴുതും, പിന്നെ 1. ഒരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ടീച്ചറിന്റെ അടുത്ത് ഒരു ആൻസർ കീ ഉണ്ടാവും. ആൻസർ കീ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടായിരിക്കും. നിങ്ങളുടെ പേപ്പർ 5 ആകുമ്പോൾ ടീച്ചർ 5 പോയി നോക്കണം, പിന്നെ 6, പിന്നെ 9ാമത്തെ പോയി നോക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വെറുതെ ടീച്ചറിന്റെ ബുദ്ധിമുട്ട് കൂട്ടുമെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയാനുള്ള ചാൻസ്. അത് ടീച്ചർ നിങ്ങളുടെ മാർക്ക് അറിഞ്ഞുകൊണ്ട് കുറയ്ക്കുന്നതുകൊണ്ടല്ല, പക്ഷേ നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കി നിങ്ങളുടെ മാർക്ക് വേഗം കുറച്ചോളൂ. മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാതെ, ആൻസറൊക്കെ നിങ്ങളുടെ കാണാതെ പോകാനും ഒക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് വരുത്തരുത്. കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതുക. 1, 2, 3, 4, 5 തന്നെ എഴുതുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യത്തിന് ആൻസർ അറിയില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്ഥലം വിട്ടോ. 4ാമത്തെ ചോദ്യം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ സ്ഥലം വിട്ടോ, നിങ്ങൾ എക്സ്ട്രാ സ്ഥലം വിട്ടോ, നിങ്ങൾ 1/2 പേജ് വിട്ടോ, 1 പേജ് വിട്ടോ, ഒരു കുഴപ്പമില്ല. അത് പിന്നെ അവസാനം ഉപയോഗിക്കുന്ന സ്ഥലം നിങ്ങൾ ഒന്ന് സ്ട്രൈക്ക് ഓഫ് ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. അപ്പോൾ കറക്റ്റ് ഓർഡർ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി തീരെ നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ ഓരോ സെക്ഷൻ ഉണ്ടാവില്ലേ, ഓരോരോ മാർക്കിന് 4 മാർക്കിന്റെ, ആ 4 മാർക്കിന്റെ എല്ലാം കറക്റ്റ് ഓർഡറിൽ എഴുതുക. പിന്നെ 3 മാർക്കിന്റെ കറക്റ്റ് ഓർഡർ എഴുതുക. അപ്പോൾ ആ ഒരു സെക്ഷൻ എങ്കിലും കറക്റ്റ് ഓർഡറിൽ എഴുതുക. ഒരു 4 മാർക്കിന് ചോദ്യം, പിന്നെ ഒരു 2 മാർക്കിന് ചോദ്യം, അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാണ് കറക്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന്. അത് നിങ്ങളുടെ മാർക്കിനെ എഫക്റ്റ് ചെയ്യും, ഇൻഡയറക്ട്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് കാര്യമാണ്, എഴുതേണ്ട അടുത്ത് മാക്സിമം എഴുതിക്കോ. അതായത് വെറുതെ അനാവശ്യമായിട്ട് എക്സ്ട്രാ എഴുതാനല്ല പറയുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം എഴുതുമ്പോൾ സംശയമാണ്, ഇത് ഞാൻ എഴുതണോ, പോയിന്റ് ആവശ്യമുണ്ടോ, ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പണി എന്താണെന്ന് വെച്ചാൽ ടീച്ചറിന് കാണിച്ചു കൊടുക്കുക നിങ്ങൾ ഈ സാധനം കൃത്യമായി പഠിച്ച ആളാണെന്നുള്ള കാര്യം. അത് എഴുതേണ്ട അടുത്ത് മാക്സിമം എഴുതുക. അത് ഞാൻ പറഞ്ഞ പോലെ സ്ട്രക്ചേർഡ് ആയിട്ട് പോയിന്റ് ഒക്കെ ആയിട്ട് എഴുതി വൃത്തിയിൽ എഴുതണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, വരയ്ക്കേണ്ട അടുത്ത് മാക്സിമം വരയ്ക്കുക. പല കുട്ടികളും ചോദിക്കും, ഈ ഫിസിക്സിലൊക്കെ ചോദിക്കും, ഇതൊരു ഡയഗ്രാം വരയ്ക്കണോ, മാത്സിൽ അത് വരയ്ക്കണോ, ഇത്
ഇവിടെ വരയ്ക്കണം. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിലോ നിങ്ങളുടെ നോട്ട്ബുക്കിലോ നിങ്ങൾ വരച്ചിട്ടുണ്ട്, അത് വരയ്ക്കുക. അതിൽ കുറെ ചിന്തിക്കണ്ട. നിങ്ങളുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിന് കാണിച്ചു കൊടുക്കുക നിങ്ങളിത് പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ആ പഠിച്ചിട്ടുള്ള കാണിച്ചു കൊടുക്കാൻ പിക്ചർ വേണേൽ പിക്ചർ വരയ്ക്കണം. ഓക്കെ, അറിയുന്നൊക്കെ ചെയ്തു വെച്ചാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ എല്ലാം നിങ്ങളെ ഹെൽപ്പേ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. മാത്സിന്റെ സയൻസിന്റെ കേസിൽ ഏത് ചോദ്യം വന്നാലും, പ്രത്യേകിച്ച് ന്യൂമറിക്കലൊക്കെ ആണെങ്കിൽ ആ ചോദ്യത്തിൽ തന്നിരിക്കുന്ന സാധനം എഴുതി കൊണ്ട് വെക്കുക. ഫോർ എക്സാമ്പിൾ ഫിസിക്സിൽ ഒരു ചോദ്യമുണ്ട്, ഇത്രയും ഫോഴ്സ് കൊടുത്തു 2 കിലോ മാസുള്ള സാധനം, അവൻ്റെ ആക്സിലറേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ, മാസ് ഇസ് ഈക്വൽ ടു 2 കിലോ എന്ന് എഴുതി വെക്കുക. അതിന് 2 ഗുണങ്ങളാണുള്ളത്. അങ്ങനെ എഴുതി വെക്കുമ്പോൾ തന്നെ 2 മാർക്കിന് ചോദ്യമാണ്. ഒരു 1/4 മാർക്ക് അല്ല 1/2 മാർക്ക് നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. കാരണം നിങ്ങൾ അത്രയെങ്കിലും എഴുതി വെച്ചു. മാത്രമല്ല നിങ്ങളെ ചിന്തിക്കാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് കാര്യങ്ങൾ എഴുതി വെക്കണം, നിങ്ങൾക്ക് ആലോചിക്കാം M കിട്ടി F കിട്ടി, അപ്പോൾ എന്തായേ, അപ്പോൾ ആ ഫോർമുല മനസ്സിലായില്ലേ. അപ്പോൾ ഗിവൺ വാല്യൂസ് എഴുതി വെക്കാം. മാത്സിനും ഫിസിക്സിലൊക്കെയാണ് ഫോർമുലയും കൂടി എഴുതി വെക്കാം. എന്തൊക്കെ ഫോർമുല നിങ്ങൾ അത് വെച്ച് പഠിച്ചിട്ടുണ്ടോ അത് എഴുതി വെക്കാം. വീണ്ടും ചിന്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമല്ല അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അത് ആദ്യം തന്നെ കൂടെ എഴുതി വെക്കുക. ചോദ്യം ഫുള്ള് വായിച്ചാലും കുഴപ്പമില്ല, ഈ സാധനങ്ങളും അതിന്റെ ഫോർമുലയും ഫുള്ള് കൂടെ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനും കൂടെ പറ്റും. നെക്സ്റ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഡയഗ്രാംസ് മാക്സിമം ഉള്ളതൊക്കെ നിങ്ങൾ വരച്ചു വെച്ചു, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കുഴപ്പം അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൂടാതെ നിങ്ങൾ റഫ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൈഡിൽ തന്നെ കാണിക്കണം. ഒന്നെങ്കിൽ ആൻസറിന്റെ കൂടെ തന്നെ കാണിക്കണം. പക്ഷെ അത് വൃത്തികേടാവാൻ തോന്നുകയാണ്, ഭയങ്കര ലെങ്തി ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സൈഡിൽ തന്നെ കാണിക്കണം. കാരണം ടീച്ചർ ഒരിക്കലും തോന്നരുത് നിങ്ങൾ കോപ്പി അടിച്ചിട്ട് എഴുതിയാന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ആ കാൽക്കുലേഷൻ കൃത്യമായിട്ട് നിങ്ങൾ സൈഡിലോ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ മെയിൻ ആൻസറിന്റെ ഭാഗമായിട്ട് തന്നെ കൃത്യമായിട്ട് കാണിക്കണം. കാണിച്ചില്ല അവിടെ മാർക്ക് പോവേ. ഓക്കെ, ഇനി നിങ്ങൾ സോഷ്യൽ സയൻസ് പോലെ കുറെ എഴുതാനുള്ള സംഗതിയാണ് വരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആയിക്കോട്ടെ, പേരുകളായിക്കോട്ടെ, ഇവന്റ്സ് ആയിക്കോട്ടെ, അണ്ടർലൈൻ ചെയ്യുക. അതൊക്കെ ആൻസറിൽ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. കാരണം ആ ടീച്ചറിനും അതേ നോക്കുള്ളൂ. അതായത് മൊത്തം ആൻസർ നിങ്ങൾ ലൈൻ ബൈ ലൈൻ വായിച്ചു നോക്കില്ല. നെക്സ്റ്റ് ടേബിൾസ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഡിഫറൻസസോ അല്ലെങ്കിൽ കമ്പാരിസൺ ഒക്കെ ആണ് കൃത്യമായ ടേബിൾ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കുക. അപ്പോൾ ടീച്ചറിന് ഒരു ഇംപ്രഷനാണ് ഈ കുട്ടി പഠിച്ചിട്ടുണ്ട് എന്ന്. മാത്രമല്ല ഈ കുട്ടി സീരിയസ് ആണ് പരീക്ഷന് വേണ്ടി, വെറുതെ എന്തോ കാണിക്കാൻ വേണ്ടി വന്നല്ല, പരീക്ഷന് വേണ്ടി സീരിയസ് ആണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അവസാനമൊക്കെ കുറച്ച് സില്ലി മിസ്റ്റേക്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടീച്ചർ അത് കണ്ടില്ല എന്ന് വെക്കും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബുള്ളറ്റ് പോയിന്റ്സ് മാക്സിമം ഈ പ്രത്യേകിച്ച് കുറേ എഴുത്തുള്ളടത്ത് ഉപയോഗിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുത്ത് നോക്കി, സോഷ്യൽ സയൻസിൻ്റെ ഒക്കെ ബുള്ളറ്റ് പോയിന്റ്സ് ഉപയോഗിച്ചിട്ടാണ് കൃത്യമായിട്ട് കൊടുത്തത്. അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. ഇനി ലാംഗ്വേജസ് പോലത്തെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചാപ്റ്റർ എന്നുള്ള മാക്സിമം, ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിച്ച ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും, അല്ലേ, നിങ്ങളുടെ ഡിസ്കോഴ്സിലെ ചോദ്യങ്ങളൊക്കെ അത് വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ നിങ്ങൾ വായിച്ചു എന്ന് ടീച്ചറിനെ കാണിക്കണം. അല്ലാണ്ട് നിങ്ങൾ ഐഡിയാസ് വെച്ചിട്ട് കുറേ ഇംഗ്ലീഷിൽ എഴുതി വെക്കാനല്ല, ആ ചാപ്റ്റർ വായിച്ചു എന്ന് ടീച്ചർ നിങ്ങൾ ഓരോ ആൻസർ നോക്കും, ഡയറി എൻട്രി ആയിക്കോട്ടെ, ലെറ്റർ റൈറ്റിംഗ് ആയിക്കോട്ടെ, ആ ചാപ്റ്ററിലെ ഡീറ്റെയിൽസ് മാക്സിമം യൂസ് ചെയ്യുക. കാരണം നിങ്ങളുടെ പണി ഒന്ന് ഇംഗ്ലീഷ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ആൻലി അറിയാമെന്നും മാത്രമല്ല ചാപ്റ്റർ നിങ്ങൾ വായിച്ചിട്ടൊന്ന് ടീച്ചറിന് തോന്നണം, എന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ എന്നാണ് സത്യം. ഓക്കെ, അത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം മാക്സിമം എന്ന് വെച്ചിട്ട്. പിന്നെ അവസാനം തീർച്ചയായും ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ മാർക്ക് പോകുന്ന പരിപാടിയൊന്നുമല്ല. പക്ഷേ അത് കാണുമ്പോൾ ടീച്ചറിന് ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾക്കിപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് അറിയുന്ന ടീച്ചറാണ് വിചാരിക്കുക, നിങ്ങൾ അറിയുന്ന ടീച്ചറാണ് വിചാരിക്കുക. പബ്ലിക് എക്സാമിന് അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഇംപ്രഷൻ വെറുതെ പോകും. കാരണം മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ഇംപ്രഷൻ്റെ ഗെയിമാണ് പബ്ലിക് എക്സാമിന് പ്രത്യേകിച്ച്. കാരണം ടീച്ചർ നിങ്ങൾ അറിയില്ല, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഭയങ്കര ഇംഗ്ലീഷ് പണ്ഡിതനായിരിക്കും. പക്ഷെ നിങ്ങളൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ ടീച്ചറിന്റെ അഭിപ്രായം എന്താ, നിങ്ങൾക്ക് വലിയ ഇംഗ്ലീഷ് ധാരണയില്ല എന്നാണ്. അങ്ങനെ ധാരണ ഇല്ല എന്നാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ മിസ്റ്റേക്സ് ടീച്ചർ ആ ഒരു ഫ്രെയിമിലാണ് കാണുക, ആ ഒരു പെർസെപ്ഷനിലായിരിക്കും ഉണ്ടാവുക. ഇനി ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, അപ്പോൾ വേണം കുറച്ച് മാർക്ക് കുറയ്ക്കാം. നേരെ മറിച്ച് നിങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി, എല്ലാം വൃത്തിക്ക് എഴുതി, അപ്പോൾ ടീച്ചറിന് ഒരു ഇംപ്രഷൻ എന്നാണ് നിങ്ങൾ പരീക്ഷനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കുട്ടിയാണ്, നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്, നിങ്ങൾ ടീച്ചറിനെ ബഹുമാനിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ പരീക്ഷനെ ബഹുമാനിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ സില്ലി മിസ്റ്റേക്സ് സില്ലി മിസ്റ്റേക്സ് ആണെങ്കിൽ അവിടെ പറയുന്നത്, അല്ലാണ്ട് ശരിക്കും മിസ്റ്റേക്സ് അല്ല. അവിടെയാണ് ടീച്ചർ ചിലപ്പോൾ എന്താണ് കുഴപ്പമില്ല, അപ്പം പഠിക്കുന്ന കുട്ടിയല്ലേ, ആ ഒരു ഇംപ്രഷൻ കാരണം നിങ്ങൾക്ക് മാർക്ക് തരും. അപ്പോൾ ഇത് നിങ്ങളുടെ മാർക്കിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കൃത്യമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ഉയർത്താൻ പറ്റും. അപ്പം ഇത് തീർച്ചയായും ഉപയോഗിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ഇങ്ങനത്തെ വീഡിയോസ് കുറേ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും നിങ്ങളുടെ ഓണ പരീക്ഷയ്ക്ക് വേണ്ടി ഓൾ ദി ബെസ്റ്റ്.